Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. പഠിച്ചു മുന്നേറാം, രസിച്ചു മുന്നേറാം ഈ സമയവഴിയിലൂടെ. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, റേഡിയോ ടീച്ചർ, ലെറ്റ് us start. റേഡിയോ ടീച്ചർ, റേഡിയോ ടീച്ചർ. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. എന്റെ പേര് M. പുരുഷോത്തമൻ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകൻ. ടീമുകളെ പരിചയപ്പെടാം. ടീം എ അഭിന, നിവേദ്യ പ്രശാന്ത്, GHSS പാലിയിൽ നിന്ന് വരുന്നു. ടീം ബി ദർശന, അഞ്ജലി, ഞങ്ങൾ IMNS GHSS മൈലിൽ നിന്ന് വരുന്നു. ടീം സി റിയ, അനുശ്രീ, ഞങ്ങൾ പറശ്ശിനിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി ഹരിനന്ദ്, ആദ്യ, ഞങ്ങൾ GHSS പാലാടിൽ നിന്ന് വരുന്നു. ടീം ഇ നിഹാര, ആരാധ്യ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ഒന്നാമത്തെ പാഠമായിരിക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം സുഭാഷിതങ്ങളാണ് ഒന്നാമത്തെ പാഠഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത്. ചരകസംഹിത, മഹാഭാരതം, ചാണക്യനീതി, സുഭാഷിതാവലി എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള സുഭാഷിതങ്ങളിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, സുഖദുഃഖയോഹോ കർത്ത കഹ. ടീം സിയോടാണ്. ആത്മാന. ഉത്തരം ആത്മാന വേണമെന്നില്ല, ആത്മ എന്ന് മാത്രം മതി. 5 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യം ടീം ഡിയോടാണ്. ഒരു ശ്ലോകമാണ്, പരീക്ഷയ്ക്കൊക്കെ സാധാരണയായിട്ട് വരാറുള്ളതാണ്. പരിശ്രമോമിതാഹാരോ ഭൂഗതാവശ്വിനീ സുതൗ താവനാദൃത്യനൈവാഹം വൈദ്യമന്യം സമാശ്രയേ. ശ്ലോകേ നൈവാഹം സമസ്തപദമേവ പദച്ഛേദം വദതു. നൈവാഹം. ന അധികം ഏവ അധികം അഹം. ഉത്തരം ശരിയാണ്. ന അധികം ഏവ അധികം അഹം, നൈവാഹം. ടീം ഡി 5 മാർക്ക്. ടീം ഇയോടാണ്. മിതശ്ച അസൗ ആഹാരഃ ച മിതാഹാരഃ. മിതശ്ച അസൗ ആഹാരഃ ച മിതാഹാരഃ ചേത് ഹിതശ്ച അസൗ ആഹാരഃ ച ഡാഷ് ഹിതാഹാരഃ. ഉത്തരം ഹിതാഹാരഃ. ടീം ഇക്ക് 5 മാർക്ക്. അടുത്തതും ഒരു ശ്ലോകഭാഗമാണ്. ധന്യാനാമുത്തമം ദാക്ഷ്യം ധനാനാമുത്തമം ശ്രുതം ലാഭാനാം ശ്രേഷ്ഠമാരോഗ്യം സുഖാനാം തുഷ്ടിരുത്തമാ. തുഷ്ടിരുത്തമാ ഇത്യസ്യ പദച്ഛേദഃ കഹ. ചോദ്യം ടീം എയോടാണ്. തുഷ്ടിഹി അധികം ഉത്തമ. ഉത്തരം സമീചീനം. തുഷ്ടിഹി അധികം ഉത്തമ, തുഷ്ടിരുത്തമ. ടീം എക്ക് 5 പോയിന്റ്. ടീം ബിയോടാണ്. അടുത്ത ചോദ്യം, ദീനവത്സല ജനനി ഇതി പാഠഃ കസ്മിൻ ഗ്രന്ഥേ അന്തർഭവതി. മഹാഭാരതേ. മഹാഭാരതേ. ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 5 പോയിന്റ്. ടീം സിയോടാണ്. അടുത്ത ചോദ്യം, സുരാണാം അധിപഃ സുരാധിപഃ ചേത് ധനാധിപഃ വിഗ്രഹവാക്യം വദ. സുരാണാം അധിപഃ സുരാധിപഃ ചേത് ധനാധിപഃ. ധനാനാം അധിപഃ. ധനാനാം അധിപഃ ധനാധിപഃ. ഉത്തരം ശരിയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പ്രതാനൈഹി പ്രസാരിതാ കാ. പ്രതാനൈഹി പ്രസാരിതാ കാ. വീരുത്ത്. ഉത്തരം സമീചീനം. ഉത്തരം ശരിയാണ്. പ്രതാനൈഹി പ്രസാരിത വള്ളികളാൽ
പ്രസരിക്കപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചത്. വീരുത്ത് എന്നാണ് അതിൻ്റെ പേരായിട്ട് വരുന്നത്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. പരീക്ഷകളിലൊക്കെ തന്നെ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വൃക്ഷായുർവേദസ്യ കർത്താ കഹ? സുരപാലഃ. ഉത്തരം സമീചീനം. വൃക്ഷായുർവേദസ്യ കർത്ത സുരപാലൻ. ഭാരതത്തിലെ സസ്യശാസ്ത്രങ്ങളിലെ ഒരു ഗ്രന്ഥമാണ് വൃക്ഷായുർവേദം എന്ന് പറയുന്നത്. ആ വൃക്ഷായുർവേദത്തിലെ രചയിതാവ് സുരപാലനാണ്. ടീം ഇക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ശങ്കര ദിഗ്വിജയസ്യ കർത്ത കഹ? മാധവ വിദ്യാരണ്യസ്വാമി. ഉത്തരം ശരിയാണ്. ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് ഉള്ള ഒരു ഗ്രന്ഥമാണ് ശങ്കര ദിഗ്വിജയം എന്നുള്ള ഗ്രന്ഥം. മാധവ വിദ്യാരണ്യ സ്വാമികളാണ് ഈ ശങ്കര ദിഗ്വിജയം എന്നുള്ള ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സ്വരാജ്യം അസ്മാകം ജന്മാധികാരഃ ഏവ. ഏക പ്രശസ്ത വചനമേവ. സ്വരാജ്യം അസ്മാകം ജന്മാധികാരഃ ഏവ. കസ്യ വചനമിതം? ബാലഗംഗാധര തിലക. ഉത്തരം സമീചീനം. ബാലഗംഗാധര തിലകൻ. ടീം ബിക്ക് 5 പോയിന്റ്. മൂന്നാമത്തെ റൗണ്ടിൽ എല്ലാവർക്കും ഒരേ മാർക്കാണ്. 10 മാർക്ക് വീതമാണ് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. 4ാം റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം ടീം ഡിയോടാണ്. മഹാത്മാഗാന്ധിനഃ ആത്മകഥായാഃ നാമ കിം? സത്യശോധനം. ഉത്തരം ശരിയാണ്. സമീചീനം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ സംസ്കൃത വിവർത്തനമാണ് സത്യശോധനം എന്നുള്ള കാവ്യം. ടീം ഡി 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. ഭാരതസ്യ പ്രഥമ ഉപരാഷ്ട്രപതി കഹ? ഡോക്ടർ എസ് രാധാകൃഷ്ണഃ. ഉത്തരം ശരിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടീം ഇക്ക് 5 മാർക്ക്. ടീം എയോടാണ് അടുത്ത ചോദ്യം. രാഷ്ട്രസ്യ പിതാ രാഷ്ട്രപിത ചേത് രാഷ്ട്രപതിഹി വിഗ്രഹിച്ച് പറയുക. രാഷ്ട്രസ്യ പതിഃ രാഷ്ട്രപതി. രാഷ്ട്രസ്യ പതിഹി രാഷ്ട്രപതി. ഉത്തരം ശരിയാണ്. ടീം എക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സംഗീത വിദ്യായാഹ നാമാന്തരം കിം? ടീം ബിക്ക് ഉത്തരം അറിയില്ല. ടീം സിയിലേക്ക് ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. ഗാന്ധർവ വിദ്യ. ഗാന്ധർവ വിദ്യ. ഉത്തരം ശരിയാണ്. 4 വേദങ്ങളാണുള്ളത്. സാമവേദത്തിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ഉൽപ്പത്തി എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടീം സിക്ക് 3 മാർക്ക്. അടുത്ത ചോദ്യം ടീം സിയോടാണ്. തഞ്ചാവൂർ ദേശാധിപഃ കഹ? ശരഭോജി. ഉത്തരം ശരിയാണ്. ശരഭോജി മഹാരാജാവാണ് തഞ്ചാവൂർ ദേശത്തിൻ്റെ അധിപനായിട്ട് ഉള്ളത്. ടീം സിക്ക് 5 മാർക്ക്. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. കാം വൃത്തിം ആശ്രിത്യ ത്യാഗരാജഃ ജീവിതം അനയത്? കാം വൃത്തിം ആശ്രിത്യ ത്യാഗരാജഃ ജീവിതം അനയത്? ഉഞ്ചവൃത്തിം. ശരിയാണ്. ഉഞ്ചവൃത്തി ചെയ്തുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ ജീവിതം നയിച്ചിരുന്നത്. ഉഞ്ചവൃത്തി എന്ന് പറയുന്നത് ശിലാഹാരമാണ്. ശിലാഹാരം എന്നുള്ളത് നമുക്കറിയാം. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ധാന്യങ്ങളോ ധാന്യപദാർത്ഥങ്ങളോ കൈകളെ കൊണ്ട് പെറുക്കിയെടുത്ത് അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയെയാണ് ശിലാഹരണം എന്ന് പറയുന്നത്. ഉഞ്ചവൃത്തി എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. ടീം ഡിക്ക് 5 മാർക്ക്. ടീം ഇയോടാണ് അടുത്ത ചോദ്യം. ത്യാഗരാജം ദ്രഷ്ടും ആഗതഃ കേരളീയ സംഗീതജ്ഞഃ കഹ? ഉത്തരമറിയില്ല, പാസ് ചെയ്തോട്ടെ.
ടീം എയോടാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഷഡ്ജ. ഉത്തരം തെറ്റാണ്. ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ പറയാം. അതിന് മാർക്ക് ഉണ്ടാവുന്നതല്ല. ഷഡ്ഗാല ഗോവിന്ദമാരാർ. ഷഡ്കാല ഗോവിന്ദമാരാർ. ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്നത് 6 ഋതുഭേദങ്ങളിലും ശബ്ദത്തിന് യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ കണ്ട് പാടുവാൻ കഴിവുള്ള വ്യക്തിയെയാണ് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്നത്. ടീം സി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. സംസ്കൃതം പ്രശ്നോത്തരി തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, സീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിത നാഥ്. റേഡിയോ ടീച്ചർ.